ഷോറൂമിന് പുറത്ത് ഒല സ്കൂട്ടർ ചുറ്റിക കൊണ്ട് അടിച്ചു തകർത്ത് യുവാവ്. ഒല ഇലക്ട്രിക് സ്കൂട്ടറിനെതിരെ നിരവധി പരാതികളാണ് അടുത്ത കാലത്ത് ഉയർന്നു വന്നിട്ടുള്ളത്. അതിനിടെ ഒലയുടെ ഷോറൂമിന് പുറത്ത് യുവാവ് ഇലക്ട്രിക് സ്കൂട്ടർ ചുറ്റിക കൊണ്ട് അടിച്ചു തകർക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ओला स्कूटर कस्टमर को लिए को 1 महीना हुआ था भाई, और कंपनी वालों ने, सर्विस सेंटर वालों ने 90,000 का बिल बना दिया 1 महीना का लिए ठीक करने का। तो कस्टमर ने दुखी होकर, परेशान होकर, तंग आकर ओला शोरूम के सामने ही तोड़ दिया। 1 महीना हुआ लिए हो गए 90,000 बैटरी। വാഹനം വാങ്ങി 1 മാസത്തിനുള്ളിൽ സർവീസ് സെന്റർ 90,000 രൂപയുടെ ബില്ല് നൽകിയതിലെ നിരാശയിലാണ് യുവാവിനെ കൊണ്ട് ഈ കടുംകൈ ചെയ്യിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട്. വെള്ള ഷർട്ടും നീല ജീൻസും ധരിച്ച യുവാവ് ഷോറൂമിന് മുന്നിൽ സ്കൂട്ടർ മറിച്ചിട്ട് ചുറ്റിക കൊണ്ട് നിരവധി തവണ അടിക്കുന്നതാണ് ദൃശ്യത്തിലുള്ളത്. മറ്റുള്ളവരും യുവാവിനൊപ്പം ചേർന്നു. അവർ ചുറ്റിക വാങ്ങി സ്കൂട്ടർ അടിച്ചു തകർക്കാൻ യുവാവിനെ സഹായിച്ചു. എന്താണ് യുവാവിന്റെ രോക്ഷത്തിന് കാരണമെന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നയാൾ പറയുന്നത് ഇതിനിടെ കേൾക്കാം. യുവാവ് 1 മാസം മുൻപാണ് ഒല ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയത്. സർവീസ് സെന്റർ അദ്ദേഹത്തിന് 90,000 രൂപയുടെ ബില്ല് നൽകി. ആ നിരാശ കാരണമാണ് ഷോറൂമിന് മുൻപിൽ കൊണ്ടുവന്നിട്ട് സ്കൂട്ടർ തകർത്തതെന്നാണ് വീഡിയോ എടുത്തയാൾ പറയുന്നത്. നേരത്തെ ഒലയുടെ മോശം സർവീസിനെതിരെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കമ്ര വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഒലയുടെ സർവീസ് സെന്ററിൽ നന്നാക്കാതെ പൊടിപിടിച്ചു കിടക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ചിത്രം പുറത്തുവിട്ടാണ് കുനാൽ വിമർശനം ഉന്നയിച്ചത്. പിന്നാലെ ഒല സിഇഒ ഭാവിഷ് അഗർവാൾ കുനാലിനെതിരെ ഗുരുതര ആരോപണവും ഉന്നയിച്ചു. പണം വാങ്ങിയാണ് കുനാൽ ട്വീറ്റ് ചെയ്യുന്നത് എന്നായിരുന്നു ആരോപണം. കുനാലിനെ കമ്പനിയിലേക്ക് ക്ഷണിക്കുന്നുവെന്നും സർവീസ് സെന്ററിന്റെ നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു. ട്വീറ്റിന് വാങ്ങുന്ന പണത്തെക്കാളും പരാജയപ്പെട്ട കോമഡി കരിയറിനേക്കാളും കൂടുതൽ തുക നൽകാമെന്നും പരിഹസിച്ചു. പിന്നാലെ പണം വാങ്ങിയെന്ന് തെളിയിച്ചാൽ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്ത് വീട്ടിൽ മിണ്ടാതിരിക്കുമെന്ന് കുനാൽ മറുപടി നൽകി.